ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ എസ് ബി ഐ ക്ലർക്ക് വന്നില്ലേ? ഇനി ഒരു ദിവസവും കൂടെ ഉള്ള എസ് ബി ഐ ക്ലർക്ക് പ്രിലിംസിന്. എത്ര നാളായിട്ട് പഠിക്കുക നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി, അല്ലെങ്കിൽ ഈ വർഷത്തെ ബാങ്ക് എക്സാമിന് വേണ്ടി നമ്മൾ ജനുവരി തൊട്ട് പഠിക്കുമല്ലേ? അപ്പോൾ നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തായിരുന്നു? ഈ വർഷത്തെ എസ് ബി ഐ ക്ലർക്ക് ഞാൻ എഴുതിയെടുക്കും എന്നല്ലേ? അത് നിങ്ങൾ ആ ഒരു ഡയറിയിൽ എഴുതിയിട്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതിയെടുക്കണം. കാര്യം എനിക്കറിയാം നിങ്ങൾ എത്ര നാളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാന്ന്. എനിക്ക് ഒരുപാട് പേരെ അറിയാം, ഇതിനു വേണ്ടി തന്നെ മരിച്ചു കടന്ന് പഠിക്കുന്ന ആൾക്കാരെ അറിയാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസേർവ്ഡ് ആണ്. അപ്പം നിങ്ങൾ ഇത് ഡിസേർവിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്കിന് എന്തായാലും ഫലം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നുള്ള കാര്യം എനിക്ക് നല്ല രീതിയിൽ അറിയാം. മെയിൻസിന് വേണ്ടി പഠിക്കുന്നുണ്ടായിരുന്നു. ക്ലർക്കിൻ്റെ ആ ഒരു അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? മെയിൻസ് ജസ്റ്റ് ഒന്ന് ഒതുക്കി. പ്രിലിംസിന് വേണ്ടി ഡെയിലി ഒരു 3-4 മോക്സ് എഴുതുന്നുണ്ട്. കാര്യം എല്ലാ ക്ലാസ്സിലും ഞാൻ എൻ്റെ അരിത്തമെറ്റിക് സീരീസ് ക്ലാസ്സസിൽ പറയുന്ന കാര്യമാണ്, ദിവസം ഒരു 3-4 മോക്സ് എഴുതണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ട്രാറ്റജീസ് ഡെവലപ്പ് ആവണം. ഞാൻ അവിടെ പറഞ്ഞു, സ്കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, എങ്ങനെ പ്രോപ്പറായിട്ട് സ്കിപ്പ് ചെയ്യാം, ഏത് ക്വസ്റ്റ്യൻ എപ്പോൾ സ്കിപ്പ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി, QAയിലെ കംപ്ലീറ്റ് സ്ട്രാറ്റജിയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് നമ്മുടെ ടാർഗറ്റ് എന്താ? ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ എത്ര സ്കോർ ചെയ്യണം? 35 നമുക്ക് സ്കോർ ചെയ്യണം. സോ അതല്ലേ നമ്മുടെ ടാർഗറ്റ്. അത് വെറുതെ അങ്ങ് സ്കോർ ചെയ്യാൻ പറ്റുമോ? ചുമ്മാ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ചുമ്മാ ചാടിക്കയറി അങ്ങ് ചെയ്തു പോകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അവിടെ സ്മാർട്ട് വർക്ക് വേണം, നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. സോ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, നിങ്ങൾക്കെല്ലാം പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കിക്കോ, നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻസിനെ സെലക്ട് ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഒരു QA സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസിനെ സെലക്ഷൻ, അതൊരു എബിലിറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവാണ്. പ്രോപ്പർ ക്വസ്റ്റ്യൻസിനെ ആദ്യത്തെ സ്കാനിൽ സെലക്ട് ചെയ്യുക, രണ്ടാമത്തെ സ്കാനിൽ ഏത് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം. ഇതൊക്കെ നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ മോഡിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫേസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അതിനെ നിങ്ങൾക്ക് വേണ്ടി പ്രോപ്പറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് 35 സ്കോർ ചെയ്യണം, അതിലെ നമ്മുടെ ലക്ഷ്യം. നോക്കിക്കോ, ഫസ്റ്റ് സ്കാനിൽ, അതായത് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ സ്കാനിൽ ചെയ്യേണ്ട കാര്യം, അതായത് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതായിരിക്കും? മിസലേനിയസ് ആയിരിക്കും, അല്ലെങ്കിൽ വൺ ലൈനേഴ്സ് ആയിരിക്കും. കാര്യം എന്താ? നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ആക്കണം. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആവട്ടെ. പിന്നെ ഒരു കാര്യം, ക്ലർക്ക് എക്സാം അല്ലേ, വളരെ ഈസിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ. സിംപ്ലിഫിക്കേഷൻ അല്ലേ ഉള്ളൂ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ക്ലർക്ക് എക്സാംസിന്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് തെരഞ്ഞു പിടിച്ച് ചെയ്തോ. അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ നമുക്കറിയാം 12 ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി കാണും, അല്ലെങ്കിൽ 10നും 15നും ഇടയ്ക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് കാണും. അതെല്ലാം ഒന്നിച്ചായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മൊത്തം ഒരു 12 ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ, മാക്സിമം 12 ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ അത്രയും ക്വസ്റ്റ്യനും ഒരു 4 മിനിറ്റിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. 4 മിനിറ്റിനുള്ളിൽ, 4 മിനിറ്റിന് മേളിലോട്ട് ഒരു സെക്കൻഡ് പോലും കൊടുക്കരുത്. ആ ലെവലിൽ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. എനിക്കറിയാം ഓൾറെഡി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്ട്രാറ്റജി തന്നെയാണ് വരുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു 15 സെക്കൻഡ് അതിന് മേലോട്ട് കൊടുക്കണ്ട. ഓക്കെ, അത്രയും ഡിഫിക്കൽട്ട് ആണെങ്കിൽ 20 സെക്കൻഡ്, അതിന് മേലോട്ട് പോകരുത്. അത്രയും സ്പീഡ് ചെയ്യുക. ഇനി അതിനുശേഷം സിംപ്ലിഫിക്കേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞാൽ, ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ചിലപ്പോൾ സിംപ്ലിഫിക്കേഷനകത്ത് അതിനകത്തും സബ് ടൈപ്പ് ഇല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പാനിക് ആവേണ്ട. എന്ത് ചെയ്താൽ മതി? മാർക്ക് ആൻഡ് റിവ്യൂ കൊടുത്താൽ മതി. മാർക്ക് ആൻഡ് റിവ്യൂ കൊടുത്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകുക. വളരെ ഈസിയാണ്. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം, എങ്കിൽ കൂടെ മാത്രമേ നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റൂ. അതിനുശേഷം നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കാം. എത്ര ക്വസ്റ്റ്യൻ കാണും? 5 ക്വസ്റ്റ്യൻ കാണുമല്ലോ. ആ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഈ 5 ക്വസ്റ്റ്യനിൽ എത്ര നമുക്ക് ഒരു 1.5 മിനിറ്റ് കൊണ്ട് തീർക്കണം. 1.5 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ മാക്സിമം 2 മിനിറ്റ്. അത് ഡിഫിക്കൽറ്റി അനുസരിച്ചിരിക്കും. ഈ 1.5 മിനിറ്റിന് മേളിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ 2 മിനിറ്റിന് മേളിൽ പോകാൻ പാടില്ല. എന്നാൽ താഴെ എത്ര സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ വളരെ നല്ല കാര്യം. ഇനി അടുത്തതാണ് നമ്മുടെ നമ്പർ സീരീസ്. ഈ നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ എത്ര ടൈപ്പ് ഉണ്ട്? നിങ്ങൾ പറഞ്ഞേ. റോങ് നമ്പർ സീരീസും ഉണ്ട്, മിസ്സിംഗ് നമ്പർ സീരീസും ഉണ്ട്. ഇനി മിസ്സിംഗ് നമ്പർ സീരീസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് സ്കാനിൽ തന്നെ ചെയ്തോ. അപ്പോൾ ഓരോ ക്വസ്റ്റിനും നിങ്ങൾക്ക് മാക്സിമം ഒരു 25 സെക്കൻഡ് വെച്ച് ചെയ്തോ. 25 സെക്കൻഡ് കൊണ്ട് ഒരു നമ്പർ സീരീസ്, മിസ്സിംഗ് നമ്പർ സീരീസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 25 സെക്കൻഡ് വെച്ച് ചെയ്തോ. അതിന് മേളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും, നമ്മുടെ ഈഗോ ഉണ്ടല്ലോ, നമ്മൾ സമ്മതിക്കത്തില്ല, ആൻസർ കിട്ടിയിട്ട് അടങ്ങും. ആ ഈഗോ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ എക്സാം ഹാളിലോട്ട് കയറാൻ. നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന, നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ടൈം, സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും സമയം ചിലവാക്കരുത്. ആൻസർ കിട്ടിയില്ലെങ്കിൽ മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്കാനിൽ നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു? മിസലേനിയസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. അതായത് ഇത്രയും ക്വസ്റ്റ്യൻസിന് ചെയ്യാൻ എത്ര മിനിറ്റ് എടുക്കും? എങ്ങനെ വന്നാലും ഒരു 7 മിനിറ്റ്, 6 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസാണ് ചെയ്തത്? നോക്കിക്കോ, ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിനിഷ് ആക്കിയില്ലേ? അപ്പോൾ 7 മിനിറ്റിൽ 20 ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരു
അല്ലെങ്കിൽ ഒരു 8 മിനിറ്റിൽ ഒരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിനിഷ് ആക്കി കഴിഞ്ഞാൽ അത്രയും കോൺഫിഡൻസ് നമ്മുടെ ബൂസ്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഫസ്റ്റ് സ്കാനിൽ നമ്മൾ മിസ്സലേനിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വൺ ലൈനേഴ്സ് ചെയ്തിരിക്കണം. ആ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. അതിനുശേഷം വേണം നമ്മൾ സെക്കൻഡ് സ്കാനിലോട്ട് പോകാൻ. സെക്കൻഡ് സ്കാനിൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകാൻ. ഞാൻ പറയില്ലേ, സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് ഓഫ് അല്ലെങ്കിൽ ഒരാളുടെ ഒരു എബിലിറ്റിയാണ്, അതൊരു കഴിവാണ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. എങ്ങനെയാ? മോക്ക് എഴുതി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇനി രണ്ടാമത്തെ കേസ് എന്താ? സെക്കൻഡ് സ്കാനിൽ നമ്മൾ ചെയ്യേണ്ടത് ഏതായിരിക്കും? നമ്മൾ DIസിനെ വേണം സെലക്ട് ചെയ്യാൻ. നമുക്കറിയാം ക്ലർക്ക് എക്സാംസ് ആണ്. സോ ഡെഫിനറ്റ്ലി ഒരു DI കാണും. അതായത് പൈ ചാർട്ട് അല്ലെങ്കിൽ ലൈൻ അല്ലെങ്കിൽ ടേബിൾ, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഡെഫിനറ്റ് ആയിട്ട് കാണും. സോ നമ്മൾ എന്ത് ചെയ്യുക? നേരെ ആ DI ചെയ്യുക. കാര്യം എന്താ? ക്ലർക്ക് എക്സാംസ് അല്ലേ, വളരെ ഈസി ആയിരിക്കും. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് എടുക്കുക മൊത്തം ചെയ്യാൻ. ടേബിൾ ഫോം ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ 5 സബ് ക്വസ്റ്റ്യൻസും ഫിനിഷ് ചെയ്യാൻ. ടേബിൾ ഫോം ചെയ്യുന്നെങ്കിൽ ടേബിൾ ഫോം ചെയ്യുക, അതിൻ്റെ 5 സബ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യുക. അതാണ് ഒരാളുടെ എബിലിറ്റി എന്ന് പറഞ്ഞത്. അത് നിങ്ങളെ കൊണ്ട് പറ്റും. കാര്യം എന്താ? എത്ര നാളുകൊണ്ട് പഠിക്കുമല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പാടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്തു? ഒന്ന് സോർട്ട് ചെയ്ത് തന്നു. അത്രേ ഉള്ളൂ കാര്യം. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? 2 അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? DIC ഫിനിഷ് ആയില്ലേ? അപ്പം അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ? അവിടെ നമുക്ക് കേസിലെറ്റ് DIs വരാം, അതായത് പാരഗ്രാഫ് DIs വരാം. അപ്പോൾ പാരഗ്രാഫ് DIs വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും രണ്ടാമത്തെ സ്കാനിൽ ചെയ്യരുത്. എന്ത് ചെയ്താൽ മതി? മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കുക. അതിനെ അവസാനത്തെ സ്കാനിൽ അല്ലെങ്കിൽ അവസാനം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. അപ്പോൾ അതൊക്കെ ചെയ്യാൻ നമ്മൾ എവിടുന്ന സമയം ലാഭിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ സമയം ലാഭിക്കാൻ. അവിടെ ഞാനൊരു കാര്യം പറഞ്ഞു, നമുക്ക് ഈ മിസ്സലേനിയസ് ചെയ്യുമ്പോൾ നമ്മൾ മിസ്സിംഗ് നമ്പർ സീരീസ് വേണം ഫസ്റ്റ് സ്കാനിൽ ചെയ്യാൻ. അവിടെ നമുക്ക് വേറൊരാളും വരാം. ഇൻ കേസ് റോങ് നമ്പർ സീരീസ് ആണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒരിക്കലും ഫസ്റ്റ് സ്കാനിൽ ചെയ്യരുത്. അതിനെയും മാർക്ക് ആൻഡ് റിവ്യൂ കൊടുത്തിട്ട് അവസാനം ചെയ്യുക. ഈ റോങ് നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് അറിയോടെ? ഈ റോങ് നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ട്രാപ്പാണ്. നമുക്ക് നമ്മുടെ സമയം കളയണം, അതിനുവേണ്ടിയുള്ള ഒരു ട്രാപ്പാണ് റോങ് നമ്പർ സീരീസ്. നമ്മൾ ഫസ്റ്റ് സ്കാനിൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെലക്ട് ചെയ്ത ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ കൂടെ റോങ് നമ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? കിട്ടത്തില്ല. കാര്യം റോങ് നമ്പർ ഡിഫിക്കൽട്ട് ആണ്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈഗോ സമ്മതിക്കത്തില്ലേ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. ആ ഈഗോ അവിടെ ഇരിക്കും, നമ്മുടെ സമയം നല്ല രീതിയിൽ വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് റോങ് നമ്പർ സീരീസും അവസാനം കേസ്ലെറ്റിൻ്റെ കൂടെ അവസാനം വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തത് മൂന്നാമത്തെ സ്കാനിൽ വേണം ആരെ എടുക്കാൻ? നമുക്ക് വേർഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസിനെ എടുക്കാൻ. അപ്പം മൂന്നാമത്തെ സ്കാനിൽ നമ്മൾ ആരെ എടുക്കണം? അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് എടുക്കാം. അവിടെയും നമുക്ക് പേഴ്സണൽ ചോയ്സ് ആണ്. അതായത് നമ്മളുടെ ഓരോ കംഫർട്ട് സോൺ ഉണ്ടല്ലോ, കംഫർട്ട് പിക്ക് ഉണ്ടല്ലോ. ഏതൊക്കെയായിരിക്കും? നമുക്ക് ചില ആൾക്കാർക്ക് ടൈം ആൻഡ് വർക്ക് ഈസി ആയിരിക്കും, അല്ലെങ്കിൽ പൈപ്പ് ആൻഡ് സിസ്റ്റം ഈസി ആയിരിക്കും, ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് ഈസി ആയിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ കംഫർട്ട് പിക്ക് അനുസരിച്ച് ക്വസ്റ്റ്യൻസിനെ സെലക്ട് ചെയ്യുക. ആ ഫസ്റ്റ് സ്കാനിൽ ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ടും അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു. ഫോർ എക്സാമ്പിൾ ഒരു പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തു, ചെയ്ത് തുടങ്ങി, ഒരു 10 സെക്കൻഡ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ പാനിക് ആവരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ആൻഡ് റിവ്യൂ എടുക്കുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുക. കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എവിടെയെങ്കിലും ഒരു സ്റ്റക്കായി പോകുന്ന ഒരു കേസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മാർക്ക് ആൻഡ് റിവ്യൂ എടുക്കുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മൂന്നാമത്തെ സ്കാനിൽ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസും ഫിനിഷ് ആയി. ഇനി ആരാ? ഫൈനൽ സ്കാൻ. ഈ ഫൈനൽ സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം ഫിനിഷ് ചെയ്തു, നമ്മുടെ അറ്റംപ്റ്റ്സ് അത്യാവശ്യം നല്ല ഡീസൻറ്റ് അറ്റംപ്റ്റ് വന്നു, നമ്മുടെ കയ്യിൽ സമയമുണ്ട്. അവിടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ മാർക്ക് ആൻഡ് റിവ്യൂ കൊടുത്ത ക്വസ്റ്റ്യൻസ് വരാൻ. അതിൽ ചിലപ്പോൾ സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ വരെ കാണും, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കാണും, നമ്മുടെ കേസ്ലെറ്റ് DIs ഉണ്ട്, നമ്മൾ മാർക്ക് ചെയ്തില്ലേ? ഇൻ കേസ് കേസ്ലെറ്റ് വരുവാണെങ്കിൽ ആ DIs കംപ്ലീറ്റ് കാണത്തില്ലേ? അതുപോലെ റോങ് നമ്പർ സീരീസ് ആണെങ്കിൽ റോങ് നമ്പർ സീരീസ് കാണത്തില്ലേ? അവിടെയും നമ്മുടെ കയ്യിൽ ഒരു 6 മിനിറ്റോളം ബാക്കി കാണും. ആ ക്വസ്റ്റ്യൻസും കൂടെ ഫിനിഷ് ചെയ്യുക. നമ്മുടെ കംപ്ലീറ്റ് നല്ലൊരു അറ്റംപ്റ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെ സ്മാർട്ടായിട്ട് വേണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ, അല്ലാതെ വെറുതെ വാരി വരിച്ച് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യരുത്. നമ്മൾ പറയത്തില്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നു, വെപ്രാളം കൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു, എവിടെയെങ്കിലും സ്റ്റക്കായി പോയി, നമുക്ക് പാനിക്കാവും. അങ്ങനെ ഒന്നും വരത്തരുത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക, അതിന് കിട്ടത്തില്ലെങ്കിൽ മാർക്ക് ആൻഡ് റിവ്യൂ എടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഒരു വജ്രായുധമാണ് അവിടെ മാർക്ക് ആൻഡ് റിവ്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ വജ്രായുധത്തെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് സ്കാൻ ചെയ്യുക, പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസിനെ സെലക്ട് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടാർഗറ്റ് എന്താ? 35 ഔട്ട് ഓഫ് 35 തന്നെയാണ്. നമുക്ക് ക്ലാസ്സസ് തന്നെന്ന് മാത്രം കാര്യമില്ല. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്മാർട്ട് വർക്കാണ്. നമുക്ക് മാക്സിമം അറ്റംപ്റ്റ് വേണം, അതുപോലെ മാക്സിമം സ്കോർ വേണം. എത്ര? 35 ഔട്ട് ഓഫ് 35 അല്ലേ? അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെറുതെ ക്വസ്റ്റ്യൻസ് എടുത്ത് അറ്റംപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് 100% ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യണം. അതും ശ്രദ്ധിക്കണം.
അറ്റംപ്റ്റ് കൂട്ടാൻ വേണ്ടി ആരും കറക്കിക്കുത്തല്ല, ഒരു റിക്വസ്റ്റ് ആണ്. നമുക്ക് 100% ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യണം. അത് നിങ്ങളെ കൊണ്ട് പറ്റും. കാര്യം എന്താ, ക്ലർക്ക് എക്സാംസ് ആണ്, ഈസി ആണ്. ഇനി ടൈം മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു തന്നില്ലേ, നിങ്ങൾ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് ആണ് നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ അസൈൻ ചെയ്തിരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു സെക്കൻഡ് മേളിലോട്ട് പോകാൻ പാടില്ല. കാര്യം ആ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവണം, നിങ്ങളെ കൊണ്ട് പറ്റും. അതുപോലെ തന്നെ എവിടെങ്കിലും സ്റ്റക്കായി പോവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ പാനിക്കായി സമയം കളഞ്ഞ് അതിൽ തന്നെ ആ ക്വസ്റ്റിൽ തന്നെ അങ്ങ് സ്റ്റക്കായിരിക്കരുത്. അവിടെയും ടൈം മാനേജ്മെന്റ് വേണം. നിങ്ങളുടെ മനസ്സിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞൊരു പവർ ഉണ്ടായിരിക്കണം. ആ പോയിന്റിൽ മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കുക, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുക. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആർട്ട് ഓഫ് സ്കിപ്പിംഗ് എന്താ, ഞാൻ പറഞ്ഞില്ലേ, എവിടെങ്കിലും സ്റ്റക്കായി പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒരു വിൽ പവർ ഉണ്ടായിരിക്കണം. അടുത്ത ഈ ക്വസ്റ്റ്യൻ എവിടെയോ എനിക്കൊരു മിസ്റ്റേക്ക് വന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്തു, മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുക. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, കംപ്ലീറ്റിൻ്റെ ഒരു പാക്കേജ് ആണ് നമ്മുടെ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് 35 ഔട്ട് ഓഫ് 35 സ്കോർ ചെയ്യാൻ പറ്റും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ വരുന്ന SBI ക്ലർക്കിൻ്റെ പ്രിലിംസ് നിങ്ങൾ നല്ല സ്കോറോടുകൂടി പാസ്സാവുക, ക്ലിയർ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്ക് മെയിൻസിൻ്റെ ഒരു നല്ല ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമുക്ക് ഒന്നിച്ച് പഠിക്കണം. അപ്പോൾ എല്ലാവരും നല്ലപോലെ എഴുതുക, എല്ലാവരും നല്ല അറ്റംപ്റ്റ് ഉണ്ടാവട്ടെ, നമ്മുടെ ടാർഗറ്റ് എല്ലാവരും അച്ചീവ് ചെയ്യുക. അതുപോലെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അറ്റംപ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നല്ലപോലെ എഴുതിയിട്ട് വരിക. ഓക്കെ ആണല്ലോ? താങ്ക് യു സോ മച്ച്.